ന്യൂസ് ലൈവിന്റെ ദ റിയൽ സ്റ്റോറിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ റിയൽ സ്റ്റോറിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബൊഗെയ്ൻവില്ലയെ കുറിച്ചാണ്. തെക്കേ അമേരിക്ക സ്വദേശമായ ഒരു സസ്യമാണ് ബൊഗെയ്ൻവില്ല അഥവാ കടലാസ് ചെടി. ഇതിന്റെ പൂക്കൾ കനം കുറഞ്ഞതും കടലാസിന് തുല്യമായതിനാൽ കടലാസ് പൂവ് എന്നും ഇവയ്ക്ക് പേരുണ്ട്. 1768 ബ്രസീലിൽ ആദ്യമായി ഈ സസ്യം കണ്ടെത്തിയ യൂറോപ്യനായ ലൂയിസ് ആന്റണി ഡി ബൊഗെയ്ൻവില്ലെ എന്ന ഫ്രഞ്ച് നാവികന്റെ പേരിൽ നിന്നാണ് ബൊഗെയ്ൻവില്ല എന്ന് ഈ ചെടിക്ക് പേര് വന്നത്. ഫ്രഞ്ച് സഞ്ചാരി തന്റെ യാത്രക്കിടയിൽ പുതിയൊരു തരം പൂവ് കണ്ടെത്തി. പിന്നീട് ആ പൂവ് അത് കണ്ടെത്തിയ ആളുടെ പേരിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങി. ശാന്തസമുദ്രത്തിലെ ഒരു ദ്വീപിലാണ് അദ്ദേഹം ഈ പൂവ് കണ്ടെത്തിയത്. അതുകൊണ്ട് ആ ദ്വീപും അതേ പേരിൽ അറിയപ്പെട്ടു. ഈ ചെടി 12 മീറ്റർ വരെ ഉയരത്തിൽ വളരാറുണ്ട്. ചൂട് കാലാവസ്ഥയുള്ള മിക്ക സ്ഥലങ്ങളിലും വളർത്തപ്പെടുന്ന ഒരു അലങ്കാര സസ്യമാണ് ബൊഗെയ്ൻവില്ല. ഗ്രനേഡ ദ്വീപ്, ഗുവാം ദ്വീപ്, തായ്വാൻ, ഐപ്പോ എന്നീ രാജ്യങ്ങളുടെയും ടാഗ്ബിലറൻ, ഫിലിപ്പീൻസ്, കമറല്ലോ, കാലിഫോർണിയ ലാഗ്വാന നിക്കേൽ, കാലിഫോർണിയ സാൻ ക്ലെമന്റ്, കാലിഫോർണിയ നാഹ, ഒക്കിനാവ എന്നീ നഗരങ്ങളുടെയും ഔദ്യോഗിക പുഷ്പം ബൊഗെയ്ൻവില്ല ഇനങ്ങളാണ്. ചൂട് കാലാവസ്ഥകളിൽ പെട്ടെന്ന് വളരുകയും വർഷം മുഴുവൻ പുഷ്പിക്കുകയും ചെയ്യുന്നു. ശാഖകൾ ഒടിച്ചു മാറ്റുകയോ ചെത്തി മാറ്റുകയോ ചെയ്താൽ ഇവയുടെ വളർച്ചയുടെ പുഷ്പിക്കലിന്റെ വേഗത വർദ്ധിപ്പിക്കാം. ഈർപ്പവും വളക്കൂറുമുള്ള മണ്ണിലാണ് ഇവ ഏറ്റവും നന്നായി വളരുക. പുഷ്പിക്കൽ ചക്രത്തിന്റെ ദൈർഘ്യം 4 മുതൽ 6 ആഴ്ച വരെയാണ്. ശക്തമായ സൂര്യപ്രകാശവും ഇടയ്ക്കിടെയുള്ള വളമിടലും ഇവയുടെ വളർച്ചയെ അനുകൂലിക്കുന്ന ഘടകമാണ്. വെള്ളം കുറച്ചു മതി. അമിതമായ ജലസേചനം പൂക്കൾ ഉണ്ടാകാതിരിക്കുന്നതിനും ചിലപ്പോൾ വേരഴുകൽ മൂലം സസ്യത്തിന്റെ നാശത്തിനു തന്നെ കാരണമായേക്കാം. കൂർത്ത മുള്ളുകൾ ഉണ്ടെന്ന പോരായ്മയൊഴിച്ചാൽ ഒരു അലങ്കാര ചെടി എന്ന നിലയിൽ ഇഷ്ടമുള്ളവർക്ക് പൂന്തോട്ടത്തിൽ വളർത്താനും പറ്റും. ഈ കടലാസ് പൂവിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.